ഹായ് ഫ്രണ്ട്സ്. കുവൈത്തില് വർബ ബാങ്കിന്റെ സി.ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്കുള്ള 1, 2 സംശയങ്ങൾക്കുള്ള മറുപടി കേട്ടോ. ഒരുപാട് പേര് കമന്റിലൂടെയും മറ്റും നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു 300 കെഡിയുടെ ഫിനാൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന്. പിന്നെ ഒരുപാട് പേർക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളുടെ സൂപ്പർ ട്രാൻസ്ഫറിനുള്ള, അതായത് നാട്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 300 കെഡി ലോണുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മൊബൈൽ ഐഡി ഹൈലി വെരിഫിക്കേഷൻ ലെവൽ ആയിരിക്കണം. വെരിഫിക്കേഷൻ ലെവൽ ഹൈ ആയിരിക്കണം. വെരിഫിക്കേഷൻ ലെവൽ ഹൈ ആയിരുന്നാലും നിങ്ങൾക്ക് അതിൽ ഇ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇനേബിൾ ആയിരിക്കണം. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിവിൽ ഐ ഡി ഓഫീസിൽ, പാസിയുടെ ഏതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ കിയോസ്ക് ഉള്ള സ്ഥലങ്ങളിലോ പോയി നമ്മൾ സിവിൽ ഐ ഡി ഇട്ടിട്ട് നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഇ സൈനിനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്ലസ് നമ്മൾ ലോണിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഫീലിൻ്റെ മൊബൈൽ ഐ ഡിയിലേക്ക് ഒതന്റിഫിക്കേഷൻ പോകും. അവരത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലോണ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളുടെ കഫീലിൻ്റെ സമ്മതം ഉണ്ടായിരിക്കണം. അവരുടെ മൊബൈൽ ഐ ഡിയിലേക്ക് ഒതന്റിഫിക്കേഷൻ പോകും, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളുടെ മൊബൈൽ ഐ ഡിയിൽ ഇനേബിൾ ആയിരിക്കണം. അത് ഇനേബിൾ ചെയ്യുന്നത് നമുക്ക് പാസി ഓഫീസുകളിൽ ചെന്ന് അവിടുത്തെ കിയോസ്ക് വഴി ചെയ്യാം. അല്ലെങ്കിൽ പാസിയുടെ കിയോസ്ക് ഉള്ള സ്ഥലം എവിടെയാണ്, ചില മാളുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഇപ്പോൾ വർക്കിംഗ് അല്ല, എന്നാൽ ചില സ്ഥലത്ത് ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ അത്തരം വർക്കിംഗ് ആയിട്ടുള്ള കിയോസ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ ഐ ഡി ഇട്ട്, നേരത്തെ നമ്മൾ എങ്ങനെയാണോ മൊബൈൽ ഐ ഡി NFC ഇല്ലാത്ത മൊബൈലുകളിൽ അപ്ഗ്രേഡ് ചെയ്തിരുന്നത്, അതുപോലെ നമുക്ക് ഇ സൈന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോണിൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഓർ ബ്രാഞ്ച് കോഡ് എറർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് പല ആളുകൾക്കും. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്, ഓൾറെഡി അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോയിഡ് മൊബൈലുകളിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത്. iOS, അതായത് ആപ്പിൾ മൊബൈലിൽ ഇപ്പോഴും ഈ ഒരു സർവീസ് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ആൻഡ്രോയിഡിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അടുത്തൊരു അപ്ഡേഷനിലൂടെ അവരിത് ക്ലിയർ ചെയ്യും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ക്യാഷ് പണമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലൊക്കെ സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ, ആ നിങ്ങൾ സൂക്ഷിക്കുന്ന ക്യാഷിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം നേടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ സിദ്ധി അക്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് ബാലൻസും കാർഡ് നമ്പറൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സേവിങ്സ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. അതിൽ നമ്മൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം വരെ നമ്മൾ അതിൽ ക്യാഷ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു റിട്ടേൺ ആ ഒരു ക്യാഷിന് ലഭിക്കുന്നതാണ്. 0.75 എന്നാണ് കാണിക്കുന്നത്. അത് മന്ത്ലി ആണോ 3 മാസത്തിലാണോ ആ ഒരു എമൗണ്ട് എന്നത് അറിയില്ല. പക്ഷേ നമ്മൾ എന്തായാലും നമ്മളുടെ കയ്യിലൊക്കെ പൈസ സൂക്ഷിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ എത്രയാണോ എമൗണ്ട്, നമുക്ക് അതിൽ ലിമിറ്റേഷൻ ഒന്നുമില്ല. 3000 ദിനാർ വരെ ATM വഴി പിൻവലിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ATM കാർഡ് ഫ്രീ ആയിട്ട് കിട്ടും. അതിനൊരു ആക്ടിവേഷൻ ചാർജ് 5 ദിനാർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള ഒരു ഏണിങ്സ് നമുക്ക് ആ ഒരു അക്കൗണ്ട് വഴി കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സിദ്ധി ആപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ പുതിയൊരു അക്കൗണ്ട് കൂടി തുടങ്ങാനായിട്ട് സാധിക്കും. ആ അക്കൗണ്ടിൽ നമ്മൾ പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു റിട്ടേൺ, അതായത് പ്രോഫിറ്റ് എന്നാണ് അവർ പറയുന്നത്. ഇൻട്രസ്റ്റ് അല്ല, പ്രോഫിറ്റ് എന്നാണ്. കാരണം ഇതൊരു ഇസ്ലാമിക് ബാങ്കിങ് രീതി ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു പ്രോഫിറ്റ് എന്ന ബേസിസിലാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ നാട്ടിലേക്കൊന്നും അയക്കാതെ ക്യാഷ് വീട്ടിലൊക്കെ റൂമിലൊക്കെ സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ ക്യാഷ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ളൊരു റിട്ടേൺ ആ ഒരു ക്യാഷിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് സിദ്ധി ആപ്പിലൂടെ ലോണിന് അപേക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടിക്ടോക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിലും പേജ് ഫോളോ ചെയ്യുക. എന്തായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.